ഏവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകില്ല. ആർക്കും മനസ്സിലാവൂല എന്നതാണ്. ഇത് ചേമ്പും അല്ല, ചേമ്പാന്ന് തോന്നും. കണ്ട ചേമ്പും തടയാന്ന് തോന്നുന്നു. ചേമ്പും തടയാന്ന് തോന്നും. പക്ഷെ ചേമ്പും തടയല്ല, കാച്ചിലും അല്ല, ഒന്നുമല്ല. പക്ഷെ അടിപൊളി ഒരു സാധനമാണ്. ഇത് കറി വെച്ചാണല്ലോ. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്റെ അമ്മയൊക്കെ കറി വയ്ക്കുമായിരുന്നു. അന്നൊന്നും ഇങ്ങനെ പച്ചക്കറിയൊന്നും നമ്മൾ ഒത്തിരി കാശ് കൊടുത്തൊന്നും മേടിക്കൂല. അപ്പൊ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അന്ന് കറി വെച്ച് കൂട്ടുമായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ കറി വയ്ക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. എന്താന്ന് ചോദിച്ചാൽ ഒരു വാഴയുടെ ഏത്തവാഴയുടെ കൊള്ളാവുള്ളൂ കേട്ടോ, മറ്റുള്ള വാഴയുടെ ഒന്നും കൊള്ളൂല. ഏത്തവാഴയുടെ നമ്മുടെ ഒരു ഏത്തവാഴ ഒടിഞ്ഞു പോയി കാറ്റിന്. അപ്പൊ നമ്മൾ അതിന്റെ ചേമ്പ് നടാൻ നേരത്തെ നമ്മൾ അതിന്റെ വിത്തെല്ലാം അത് പിരിച്ച് കളഞ്ഞു. അന്ന് മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു ചേമ്പ് നടാൻ വേണ്ടി ഞങ്ങളത് പിരിച്ചപ്പോ നല്ല ചൊട്ട വേണം, അല്ല വലിയ വിത്ത് കൊള്ളൂല. വേണം ഇതുപോലെ പൊട്ടി വരുന്നത്. ഇത് മണ്ണിനടിയിലിരുന്നത് നമ്മൾ മാന്തി എടുത്തതായത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിത്ത് എടുത്ത് നമ്മൾ ഈ ചൊട്ട വിത്താണ്. വലിയ വാഴയുടെ വലിയ വിത്ത് കൊള്ളൂല്ല, ഇലയൊക്കെ ആയത് കൊള്ളൂല്ല. അത് ഏത്തവാഴയുടേത് മാത്രമേ കൊള്ളാവുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചൊട്ട വിത്ത് എടുത്ത് ചെത്തിയിട്ട് അതെങ്ങനെ കറി വെക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതെങ്ങനെ നന്നായിട്ട് ചെത്തിയെടുക്കണം. ഫുള്ള് ചെത്തണല്ലേ? നല്ലപോലെ പൊള്ളിച്ച് ചെത്തിയെടുക്കണം. നമ്മള് ഇതുപോലെ തന്നെ ചേമ്പും തട കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയത് ചാനലിൽ കിടപ്പുണ്ട്. ചേമ്പും തട വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കി അല്ലേ? നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പോലുള്ള ഒരു ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി കാണണേ. അതും ഇതുപോലെ തന്നെ ആൾക്കാർ വേണ്ടാതെ കളയണ സാധനമാണ് ചേമ്പും തട അല്ലേ? തന്നെയല്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്ന് പഴയ കാലത്ത് ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയൊക്കെ ആരോഗ്യങ്ങളും പിന്നെ വേറെ കാര്യം ചേമ്പും തട ചിപ്സ് ഉണ്ടാക്കാൻ മാത്രമല്ല പുഴുങ്ങിയും തിന്നും അല്ലേ? പുഴുങ്ങിയതും ഉണ്ട് നമ്മുടെ അല്ലേ? ഓക്കെ. അപ്പൊ അത് പലരും ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞു, നല്ലതാന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കാണണം. ഒപ്പം ഇതുപോലെ ചൊട്ടവീതതേ റെഡിയാക്കി മൊത്തം ചെത്തി അമ്മ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തെ കണ്ടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിന്റെ നൂല് ചുറ്റി. ഇത് ശരിക്കും ഇത് കണ്ടിക്കുന്ന നമ്മുടെ പിണ്ടി അരിയണ പോലെ തന്നെ അല്ലേ? നൂല് കണ്ടോ? അതെ, ഈ നൂല് നമ്മളിങ്ങനെ വിരളയിൽ ഇങ്ങനെ പണ്ട് ഞങ്ങൾ ഇങ്ങനെ ചുറ്റുമ്പോഴേ മോതിരമായിട്ട് ഞങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു. വീട്ടിൽ അമ്മയൊക്കെ പിണ്ടി അരിയുമ്പോൾ ഞങ്ങൾ പറയാം, അമ്മ ആദ്യം കിട്ടുന്ന മോതിരം ഞങ്ങൾക്ക് തരണത്. എന്നിട്ട് ഞങ്ങൾ അത് മോതിരം നമ്മുടെ കയ്യിലിട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു പഴയ കാലം. അങ്ങനെ അല്ല, ഞാനും അങ്ങനെ ഞങ്ങളും അങ്ങനെ പറയുമായിരുന്നു മോതിരം. നമ്മളിപ്പോ ആരും ഇപ്പോഴുള്ള തലമുറയ്ക്കൊന്നും പിണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതൊന്നും പറയും. പക്ഷെ ഞങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് പക്ഷെ പിണ്ടി എല്ലാരും തന്നെ വെക്കും മിക്കവാറും അല്ലേ? പക്ഷെ ഈ വാഴച്ചൊട്ട മിക്കവാറും അങ്ങനെ ആൾക്കാർക്ക് അധികം അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല അല്ലേ? വാഴപ്പിണ്ടി പോലെ തന്നെ വാഴപ്പിണ്ടി പോലെ തന്നെ ഇങ്ങനെ കയ്യാ ചുറ്റുമ്പോൾ ഇതിന്റെ നൂല്. പിന്നെ നമ്മള് പ്രത്യേകിച്ച് നൂല് എടുക്കണ്ട. അമ്മ ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ച് കുറച്ചൊക്കെ കുറവായിട്ടിരിക്കുവാണ് കേട്ടോ. കുറവായിട്ടിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഇത് കണ്ടപ്പോ അമ്മ ഉണ്ടാക്കാന്നും പറഞ്ഞ് വന്നതാണ്. നേരത്തെ ഇവരോട് പറയാറ് നമ്മുടെ വാഴ പിരിക്കുമ്പോ നമുക്കൊരു ചൊട്ടയുണ്ടെങ്കിൽ നമുക്കൊരു തോരൻ വെക്കാം. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് ശരിക്കും കുറഞ്ഞിട്ടില്ലേ ഗൈസ് അല്ലേ? നിങ്ങക്ക് കാണാൻ മനസ്സിലാവില്ലേ? കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നാലും അമ്മയ്ക്ക് കഥപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോ പ്രായമായില്ല. ഇനിയിപ്പോ ആ രോഗമൊന്നും നമ്മൾ വെച്ചോണ്ടിരുന്നിട്ടുന്ന ഒരു കാര്യവും ഇല്ല. അപ്പൊ നോക്കൂ, നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. പല രീതിയിൽ വട്ടത്തിൽ മാത്രമല്ല, ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടും അരിഞ്ഞെടുക്കുക അല്ലേ? അപ്പൊ അരിയാനൊരു എളുപ്പമാണ്. ഓ, മുറിച്ചെടുക്കും. നമ്മൾ അരിയുന്ന നമ്മളിത് ഇങ്ങനെ വെള്ളത്തിലേക്കാണ് ഇടുന്നത് അല്ലേ? കറുത്തു പോകും അല്ലെങ്കിൽ അല്ലേ? അപ്പൊ ഇത് ഭയങ്കര ഗുണമാണ് കേട്ടോ ഈ സാധനം. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെ പിണ്ടി ആണെങ്കിൽ പോലും പിണ്ടിയുടെ ജ്യൂസ് ഒക്കെ വെറും വയറ്റി കുടിക്കുന്നതൊക്കെ ഭയങ്കര നല്ല. പിണ്ടിയൊക്കെ വയറിനൊക്കെ നല്ലതാണ്. നല്ല നാരുണ്ട് ഇതിന്റെ അകത്ത് അല്ലേ? ഇപ്പൊ നമ്മുടെ ചൊട്ട നമ്മൾ വെള്ളത്തിലേക്ക് അമ്മ കീറി ഇട്ടല്ലോ ആദ്യമേ. അത് മുഴുവൻ അമ്മ ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ പിണ്ടിയൊക്കെ അരിയുന്ന ആ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഈ രീതിയിൽ കീറിയിട്ട് കുറുക. അപ്പൊ ഒരു 4-5 എണ്ണമൊക്കെ ഒന്നിച്ച് പിടിച്ചിട്ട് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾ എളുപ്പത്തിന് വേണമെങ്കിൽ കട്ടിംഗ് ബോർഡ് വെച്ച് അരിയണവരാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അരിയാൻ കുഴപ്പമൊന്നുമില്ല. ആ ഒരു സമയത്തേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു തേങ്ങ ചിരണ്ടിയിട്ടുള്ളത്. ഒപ്പം നമ്മുടെ വൻപയറില്ലേ, വൻപയർ ഇതേ വെള്ളത്തിലിട്ട് കുതിർത്ത്. എത്ര സമയം വെള്ളത്തിലിട്ട് കുതിർത്താമേ ഇത്? ഇന്ന് രാവിലെ എടുത്തിട്ട് ഒരു 2 മണിക്കൂർ അല്ലേ? 2 പിടുത്തം പയർ ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ച പയർ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ നമ്മുടെ ഈ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു പിണ്ടിക്കകത്തേക്ക് ഒരു ലേശം കല്ലുപ്പ് ഇടാൻ പോവുകയാണേ.
അപ്പൊ അല്പം കല്ലുപ്പും കൂടി ഇട്ടിട്ട്, കല്ലുപ്പ് ഇനി പൊടിയുപ്പുണ്ടെങ്കിൽ അതാണെങ്കിലും ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഒന്ന് വിരവി എടുക്കുവാണ് കേട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ആ കറയൊന്ന് മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ നൂലിന്റെ അംശം, വലിയ കാര്യമായിട്ട് നൂല് വരത്തില്ല, കാരണം നമ്മൾ അങ്ങനെ നൂലെടുത്ത് കളഞ്ഞത് കൊണ്ട് വരില്ല. അപ്പൊ നൂലൊക്കെ ഇത് ഇങ്ങനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ വലിയ നൂലിന്റെ അംശമൊന്നും ഇല്ല ഇനി അതിൻ്റെ അകത്ത്. എങ്കിലും നമ്മൾ ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പൊ ഇതൊരു 2-3 വെള്ളം നന്നായിട്ട് കഴുകിയെടുക്കണം അല്ലേ? ആ കറയുടെ അംശം ഒന്ന് പോകാൻ വേണ്ടി ഒരു 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അല്ലേ, നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക്, ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒരു സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒന്ന് ഇളക്കിയിട്ട് കോരി എടുക്കുകയോ ചെയ്യുക. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ്. ഇങ്ങനെ അരിയുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കഴുകിയെങ്കിലും ഇങ്ങനെ അരിയുമ്പോൾ ഇതിനകത്ത് നൂലൊന്നുമില്ല, കാരണം നമ്മൾ നൂല് മൊത്തം നമ്മൾ എടുത്ത് കളഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് നൂലൊന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. കൂടുതൽ നല്ല നൂല് അങ്ങനെ ഇല്ല, പുറമേ നൂലില്ല ഇതിൻ്റെ അകത്ത്. നന്നായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അരിഞ്ഞത്. ഒപ്പം പയറ് നമ്മൾ റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്, തേങ്ങ റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇതെല്ലാം നമ്മൾ അടുപ്പിൽ തന്നെയാണ് മൊത്തം ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇന്ന് ഇപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടി, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരു കുക്കർ കൂടി എടുത്തിട്ടുള്ള രീതിയിലാണ് ഇന്ന് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്തേക്ക് തന്നെ അമ്മ ചെയ്യുന്നത് പയറിട്ടു. അപ്പോൾ അമ്മ പറയാത്തത് കൊണ്ട് നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കരുത്, അമ്മയ്ക്ക് കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഒപ്പം നിങ്ങൾ കാണുകയും ചെയ്യണം വീഡിയോസ്. ഇനി പിണ്ടി ഇട്ടു അല്ലേ? ഓക്കെ, അല്ല പിണ്ടിയല്ല, സോറി, നമ്മുടെ ചൊട്ട വിത്ത് അല്ലേ, ചൊട്ട നമ്മുടെ ചൊട്ട ഇട്ടു. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഒരു അല്പം ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് നമ്മളിപ്പോ ചേർക്കുന്നില്ല, കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കുവാണ്, വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പൊ ഉപ്പിട്ടു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ അതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് അകത്തേക്ക് എന്തോരം വെള്ളം ഒഴിക്കണം? ലേശം മതി കേട്ടോ, അത്രയും വെള്ളം മതി, കാരണം ഇത് വേവാൻ വേണ്ടി മാത്രമാണ് അല്ലേ. നമ്മളൊരു 2 വിസിൽ അടിപ്പിക്കും അല്ലെ, 2 വിസിൽ അടിപ്പിച്ച് നമുക്ക് ഇതൊന്ന് എടുക്കും. കുക്കറിൽ ഇരുന്ന് നമ്മളുടെ ആ ഒരു ചൊട്ട ഒന്ന് വേവുന്ന ആ ഒരു സമയത്ത്, 2 വിസിൽ വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കൊച്ചുള്ളി ഒരു 2 ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ 2 ആണെങ്കിലും 4 എന്ന് വേണേൽ പറയാം അല്ലേ. അപ്പൊ ഇത്രയും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഇത്രയും വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മളിത് മുളക് പൊടി അല്ലെ, എരിവുള്ള മുളക് പൊടിയാണ്, ഒരു 3/4 സ്പൂൺ ഉണ്ട് അല്ലേ, ഒരു 3/4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ചൊട്ട വേവിക്കാൻ വെച്ചതിൻ്റെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു അല്പം, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു തേങ്ങ ചതയ്ക്കുമ്പോൾ ഉള്ള ഒരു കളറില്ലേ, ആ കളർ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്ത് കിടക്കത്തില്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ അകത്ത് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു തേങ്ങായും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉള്ളിയും വെളുത്തുള്ളിയും മാത്രമേ ഉള്ളൂ. ഇത്രയും ചതയ്ക്കുന്നു. ഇനി വേണ്ടവർക്ക് ജീരകമൊക്കെ ചേർക്കണവർക്ക് വേണമെങ്കിൽ ജീരകത്തിന്റെ അംശമൊക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ നമ്മൾ ജീരകമൊന്നും ചേർക്കാറില്ല. ഇത്രയും കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതും കൂടെ നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. നമ്മുടെ ചക്കയ്ക്കൊക്കെ നമ്മൾ ചതയ്ക്കത്തില്ലേ, തോരനൊക്കെ ചതയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചൊട്ട അങ്ങനെ നമ്മൾ അടുപ്പയിൽ വെച്ചത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ചു, പയറും അതും കൂടെ നമ്മൾ ഇട്ടു, വെന്ത് റെഡി ആയിട്ടുണ്ട്. തേങ്ങ നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചാട്ടോ എടുത്തിരിക്കുന്നത്, ഒത്തിരി കണ്ടില്ല, അരഞ്ഞിട്ടില്ല. നമ്മളിത് കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ആ സമയത്ത് തന്നെ റെഡിയാക്കി, ഇത് അടുപ്പിലിരുന്ന സമയത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും അതോടൊപ്പം തന്നെ വട്ടൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം. ഇത് നമ്മളൊരു തോരൻ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കടുക് പൊട്ടിച്ച സംഭവങ്ങളൊക്കെ അത് മൂത്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ തേങ്ങ ചതച്ചതും കൂടെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടുവാണ്. അപ്പൊ അതും കൂടെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പൊ ഇതൊരു ഈസി കറി എന്ന് വേണമെങ്കിൽ പറയാട്ടോ, ഒരു പാടുമില്ല. എന്നമ്മേ അത് രുചിയുടെ കാര്യം, അതാണ് അമ്മ പറഞ്ഞത്. ഈസി ആണെങ്കിലും രുചി, നല്ല രുചിയാണ് ഇതിനെന്ന് പറയുന്നത്. അപ്പൊ അമ്മ അധികം സംസാരിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, അമ്മയ്ക്ക് അധികം അങ്ങനെ സംസാരിക്കാൻ വയ്യാത്തതൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ കറി ഇത് ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും മൂത്താൽ മതി കേട്ടോ, കാരണം ഒത്തിരി ഒന്നും തേങ്ങയിട്ട് മൂക്കണ്ട. അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ ഈ ഒരു മിക്സും കൂടെ, നമ്മുടെ ചൊട്ടവിത്തും പയറും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ ഇട്ട് തോർത്തി, നമ്മളുടെ ഏത് രീതിയിലാണോ നമുക്ക് കിട്ടേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു വെള്ളമയമൊക്കെ മാറ്റി നന്നായിട്ട് തോർത്തി എടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തീ നമുക്ക് അങ്ങ് സിമ്മിലേക്ക് മാറ്റിയിട്ടിട്ട്, തീ വളരെ കുറച്ചിട്ടിട്ട് നമുക്ക് ഈ അടുപ്പേ തന്നെ അങ്ങ് വെച്ചാൽ മതി. അപ്പൊ അവിടെ ഇരുന്ന് ഇത് നല്ല അടിപൊളി ഒരു ഫോമിലേക്ക് മാറും. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ
പിന്നെ നിങ്ങൾക്ക് കാന്താരി മുളകൊക്കെ ഉള്ളവരാണെങ്കിൽ മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ കാന്താരി മുളക് ചേർത്ത് ഇത് ഉണ്ടാക്കാം. കാന്താരി ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രിപ്പറേഷൻ. ഈ ഒരു പരുവത്തിൽ എടുക്കേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. ചെറിയൊരു വെള്ളമയം പോലെയുള്ള രീതിയിൽ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. നല്ല അടിപൊളിയാ കടിഞ്ചായ കുടിക്കാൻ. അത് തന്നെ അമ്മ പറയണ എന്നാ വെച്ചാൽ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് പണ്ടൊക്കെ ഇങ്ങനെ കടിഞ്ചായ ഒക്കെ കുടിക്കാനായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. ചെറിയൊരു കുഞ്ഞു ബൗളിലേക്കൊക്കെ ഇത് മാറ്റി അല്പം എടുത്ത് നമുക്ക് കടിഞ്ചായക്കൊക്കെ നമുക്ക് കുടിക്കാനൊക്കെ ആയിട്ട് സൂപ്പറാണ്. അപ്പൊ അതേ നമ്മുടെ ചൊട്ടവാഴയുടെ ചൊട്ടവിത്ത് കൊണ്ട് നമ്മൾ തോരനുണ്ടാക്കിയത് നിസ്സാര കറിയൊന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി കറിയാണ്. അപ്പൊ ഇച്ചിരി പയറിടണം, പയറിട്ടെങ്കിൽ അതിന് രുചിയുള്ളൂ. തന്നെ വെച്ചാൽ അത്രയും രുചി വരില്ല. അപ്പൊ നിങ്ങളും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വാഴ ഇല്ലാത്തവരാണെങ്കിലും വാഴ വിരിക്കുന്നുണ്ട്, ഈ കുഞ്ഞു വിത്ത് പൊട്ടി വരുന്ന വിത്ത് വേണം. ഇലയായതോ അല്ലെങ്കിൽ ഇത്ര നീളത്തിൽ വന്നതും കൊള്ളൂല കേട്ടോ. ആ കൂമ്പ് ഇങ്ങനെ കൊമ്മളിച്ച് നമ്മുടെ കൂണൊക്കെ കൊമ്മളിച്ച് വരുന്ന പോലെ ഇങ്ങനെ നാമ്പ് ഇങ്ങനെ വരുന്ന വിത്തുണ്ടെങ്കിൽ ഇതുപോലെ ചെത്തി ഇതുപോലെ എടുത്ത് ഇതുപോലെ നല്ല കളറും നല്ല അടിപൊളി കറി ഉണ്ടാക്കാം. ഇത് പിന്നെ ഇപ്പൊ നമ്മൾ വൈകിട്ട് ചായക്കാണെന്നിട്ട് നമുക്ക് ഇച്ചിരി കടിഞ്ചായ കുടിക്കണമെങ്കിൽ ഇതിൽ ഇച്ചിരി കോരി തിന്ന് നമുക്ക് കടിഞ്ചായ കുടിക്കാം. അങ്ങനെ ഇത് ആർക്കെങ്കിലും കറി വെച്ച് കൊടുത്താൽ ഇത് ഇന്നതാണെന്ന് ആരും പറയത്തില്ല. ചൊട്ടവിത്താണെന്ന് ഒരു മനുഷ്യൻ പോലും പറയൂല ഇത് ഇന്നതാണെന്ന്. നമ്മൾ കൂട്ടിയെങ്കിൽ നമ്മൾ പറഞ്ഞെങ്കിലേ അറിയുള്ളൂ. അപ്പൊ നിങ്ങളും ഇതുപോലെ കറി ഉണ്ടാക്കണം. അപ്പൊ എന്റെ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.